ഓൺലൈൻ ഷോപ്പിംഗ് കാണുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ഈ പറയുന്ന പോലെ എന്റെ മമ്മിയും ഓൺലൈൻ സാധനങ്ങളൊക്കെ വളരെ വൈകിയാണെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വളരെ സ്പെസിഫിക് ആണ്. പോയി ബെസ്റ്റ് സാധനം നോക്കി കണ്ട് മേടിച്ചിട്ട് വരാണ്ട് പറ്റില്ല. പക്ഷെ ഇപ്പൊ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ലൈക് ഷീ സേസ് ഓൺലൈൻ മേടിച്ചൂടെ, അത് മേടിച്ചിട്ട് ഇത് മേടിച്ചൂടെ, ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഓൺലൈൻ ഷോപ്പിങ്ങിന് ഇമ്പൾസ് ബൈങ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ വെറുതെ മേടിക്കും. നിങ്ങൾക്ക് ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ വെറുതെ 5 ദിവസം കഴിഞ്ഞ് മേടിക്കാൻ തീരുമാനിച്ചാൽ 5-ാം ദിവസം ചിലപ്പോൾ വേണം നിർബന്ധം തോന്നുമല്ലോ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഇത് തട്ടി 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 നമ്മൾ അറിയാതെ കുറെ പൈസ പോകുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ പറഞ്ഞു തോന്നുന്നു, നമ്മൾ ഫിസിക്കൽ കറൻസി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഡിജിറ്റൽ കറൻസിക്ക് നമുക്ക് ഉണ്ടാവില്ല. ജിപേയിലൊക്കെ നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര കളറൊക്കെ വന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. പൈസ പോകുന്നതിന്റെ കിട്ടിയതല്ല. നിങ്ങൾ ജിപേയിൽ ഒരു 10 രൂപ അയച്ചാൽ പൈസ പോയി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും ഒരു വട്ടം വന്നിട്ട് ഒരു പൂത്തിരിയൊക്കെ കത്തും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാവും, നമ്മുടെ മനസ്സിന് മെന്റൽ റിവാർഡ്സ് കിട്ടും. പക്ഷെ ശരിക്കും ഇതൊക്കെ നമ്മുടെ പൈസ പോകുന്ന പരിപാടിയാണ് ഈ സാധനങ്ങളെല്ലാം. അതാണ് ഓൺലൈൻ്റെ ഒരു വലിയ പ്രസക്തി. മറ്റൊന്ന്, നിങ്ങൾ 24/7 ഗൂഗിളിൽ നോക്കിയും അല്ലാതെയും നിങ്ങളുടെ അഭിരുചികൾ ഓൺലൈനിൽ നിങ്ങളെക്കാളും അറിയാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധനം അവിടെ കാണും. ഒരു മാളിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ഓൺലൈനിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സാധനം അതിനകത്ത് കാണും, അപ്പൊ തന്നെ കാണും. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അങ്ങനെ ഒരുപാട് പൈസ പോകുന്നുണ്ട് നമ്മുടെ.